എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിതമായ കാര്യങ്ങളെ കണ്ട് വിഷമിച്ചിട്ട് ഇതെന്തിനാണ് ദൈവം നമുക്ക് തന്നത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പരിതപിക്കാറുണ്ടല്ലേ. പക്ഷേ ഇല്ലേ, നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പരീക്ഷണ ഘട്ടമെന്ന് പറയുന്നത്, അതിനകത്ത് നമുക്ക് ഒരുപാട് നഷ്ടവും സഹനവും നിരാശ ഇതെല്ലാം നമുക്ക് തോന്നും, ജീവിതം മതിയാക്കുക എന്നെല്ലാം തോന്നും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ അതിനെ മറികടന്ന് വന്ന് കുറച്ച് മുന്നോട്ട് നടന്ന്, അതായത് ജീവിതത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ആ നടന്നതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു നമുക്ക് തോന്നുന്നത്. എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴും അത് നമ്മുടെ നാശത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗം കൂടി ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കുള്ളൂ മനസ്സിലാകുന്നത്. ഉർവശി ശാപം ഉപകാരമായി എന്നൊക്കെ പറയണത് നമ്മൾ കേട്ടിട്ടില്ലേ പുരാണ കഥകളിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുമ്പോഴും നമ്മൾ അതിനെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുക, അല്ലാതെ പരിതപിക്കാനും ഇതെന്തിന് ഞങ്ങൾക്ക് തന്നെന്ന് ദൈവത്തോട് തന്നെ ദൈവത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും നിൽക്കാതെ ഇത് നല്ലതിന് വേണ്ടി മാത്രമാണ് എനിക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പരീക്ഷണ ഘട്ടമെന്ന് പറയുന്നത് അത് നമ്മളുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് പിന്നീട് മാറുകയും നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയരുകയും ചെയ്യും നമുക്ക് കാണാം. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഉത്സാഹത്തോടു കൂടിയുള്ള പരിശ്രമങ്ങളാണ്. പരിശ്രമങ്ങളില്ലെന്നുണ്ടെങ്കിൽ എങ്ങും എത്തൂല. അപ്പോൾ പരിശ്രമങ്ങളില്ലാതെ വെറുതെ ഇരുന്ന് ആരെങ്കിലും കൊണ്ടുവരും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, അത്രയും മാത്രം ജീവിതത്തിൽ ചെയ്താൽ മതി. എല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി വരും. എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങി കഴിയുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ല എന്നുള്ളത്. അതുവരെയും നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കുറച്ച് കട്ട് ചെയ്ത്, അതും ക്യാബേജ് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തിരി ഒണിയൻ ഇട്ടിട്ട് ആ ഒരു ഓയിലിൽ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ആ ഓയിലിനൊരു ഒണിയൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ എന്നിട്ട് വേണം പച്ചക്കറികൾ ഇട്ടിട്ട് പത്തിയൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ നൂഡിൽസ് സെപ്പറേറ്റ് വേവിച്ച് അതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മളുടെ കയ്യിൽ കുറച്ച് മസാലകളുണ്ടല്ലോ, മാഗി മസാല അല്ല, വേറെ ഏതോ കമ്പനിയുടെ മസാലയാണ് അത് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു മസാല നൂഡിൽസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. അത് ആ ഒരു നമ്മൾ മാഗി മസാലയൊക്കെ മാഗി നൂഡിൽസൊക്കെ മേടിക്കും, ആ ഒരു ടേസ്റ്റിലുള്ള നൂഡിൽസ് ഉണ്ടാക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മുടേതായ മസാലകൾ ഇട്ടിട്ടുള്ള പ്ലെയിൻ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. അത് നേരത്തേക്ക് ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അതൊരു പ്രത്യേക ടേസ്റ്റുള്ള നൂഡിൽസാണ്. പിന്നെ നമ്മളുടെ ഈ ടേസ്റ്റ് മേക്കറുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ധൈര്യവും നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മസാല മേടിച്ച് വെച്ചേക്കണത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനകത്തേക്ക് കേട്ടോ. അപ്പോൾ നൂഡിൽസ് വേവിക്കാനായിട്ട് ഇട്ട്, അപ്പോൾ അത് കുറച്ച് ഭയങ്കര ലെങ്ത്തുള്ള നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു. കാരണം അതിനെ ഒടിക്കാൻ നോക്കിയാൽ നമ്മുടെ ചുറ്റും തെറിച്ച് കുറേ അങ്ങോട്ട് പോകും, പിന്നെ അതൊക്കെ പെറുക്കാനും നടക്കണം. അതിൽ നല്ലത് അത് വെള്ളത്തിലേക്ക് ഇട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക ഒന്ന് വൃത്തിക്ക് കഴുകി എടുത്തതിന് ശേഷം അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല ഇതായിട്ട് വരും. പിന്നെ അത് നല്ല ലോങ്ങിൽ കിടക്കുന്നത് ചിലവർക്ക് ഇഷ്ടമാണ്, റിച്ചാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ പപ്പക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ വായിന്ന് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരുന്നതൊന്നും പപ്പക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ 2 മുട്ടയും കൂടിയൊക്കെ പച്ചക്കറിയുടെ നടുക്ക് ഇട്ട് ഒന്ന് വേവിച്ച് അതൊന്ന് ഇത്രയായിട്ട് വെന്ത് കഴിയുമ്പോൾ മാത്രം ഒന്ന് ഇളക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് പൊടി പോലെ ആയിപ്പോവും. ആ മുട്ടയും ഇട്ട പോലെ തോന്നില്ല, പൊടി പോലെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഭംഗിയില്ലാതെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെന്തതിന് ശേഷം മാത്രം മുട്ടയൊക്കെ ഇളക്കി പിന്നെ നൂഡിൽസും വേഗം ഒന്ന് വാർത്ത് അത് വിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കഴുകിയൊക്കെ കളയാം. ചില സമയത്ത് ഞാൻ നൂഡിൽസ് ഒന്നും കൂടി പച്ചവെള്ളത്തിൽ തന്നെ കഴുകി അങ്ങനെ ഇടും. ഇതിന് നനവോട് കൂടിയിട്ട് വേണം നൂഡിൽസ് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്, എന്നാലും ഈ ടേസ്റ്റ് മേക്കർ എല്ലായിടത്തും ഒരുപോലെ ആകുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ചു. അപ്പോൾ നൂഡിൽസ് ഇത്തിരി വെള്ളം പോരെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തളിച്ച് കൊടുക്കാം, എന്നിട്ട് മാത്രം ടേസ്റ്റ് മേക്കർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നൂഡിൽസ് ഞാൻ കുറച്ച് ഉപ്പിട്ട്, എങ്കിൽ തന്നെ ഉപ്പ് അധികം ഇല്ല, ഈ ടേസ്റ്റ് മേക്കറിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഈ ടേസ്റ്റ് മേക്കറിൽ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലായിടത്തും തന്നെ ആയിക്കോളും. അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ആ നൂഡിൽസ് 1 കിലോൻ്റെ പാക്കറ്റിൽ 4 എണ്ണമാണ് ഉള്ളത്, അതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ എടുത്തത്. ഒരെണ്ണം എടുത്ത് കഴിഞ്ഞാൽ 3 പേർക്ക് നല്ലതായിട്ട് കഴിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ സാറ്റിനെ കൊച്ച് എവിടെ പോയിന്ന്. സാറ്റിനെ കൊച്ച് വീട്ടിലേക്ക് പോയി ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ കർക്കിടകത്തിൻ്റെ ഇതൊക്കെ അന്ന് സാറ്റിയുടെ മമ്മി വന്നതും ഒക്കെ അത് പറയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ റിച്ചാർഡ് നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ നാട്ടിൽ നിൽക്കുന്ന സമയത്തിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കർക്കിടകത്തിന് കൊണ്ടുപോയിട്ട് നിർത്താൻ പാടില്ല. വീട്ടിൽ റിച്ചാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പേരിന് പോയിട്ട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സാറ്റിന ഒരു ദിവസത്തേക്ക് പോയേക്കണേണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സാറ്റിന് ഇവിടെ ഇല്ല, തലേന്ന് പോയിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ റിച്ചാർഡ് ഇങ്ങനെ കല്യാണത്തിന് ശേഷം ഒറ്റക്കായ ഒരു ദിവസമുള്ള ഇത്രയും ദിവസം സാറ്റിനെ ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡിന് ഭയങ്കര മൂഡ് ഓഫായിട്ട് ഇരിക്കണം. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഉമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൂഡ് ഓഫിനെ മാറ്റാൻ വേണ്ടി ഐസ്ക്രീമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ സിനിമ റിലീസാകുന്നുണ്ട്, ഐ നോബഡി എന്നുള്ള സിനിമ പൃഥ്വിരാജിൻ്റെ. അപ്പോൾ അതും റിച്ചാർഡ് ബുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിനിമക്കൊക്കെ പോയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം സിനിമക്കും പോകണം. അപ്പോൾ ഞാനിന്ന് വേഗം റിച്ചാർഡിന് വേണ്ടി മാത്രം ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവന് മൂഡ് ഓഫ് ആയിട്ടിരിക്കണതുകൊണ്ട് തന്നെയും അവനിഷ്ടമുള്ള ഫുഡുകൾ ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് രാവിലെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കിയത് അതുകൊണ്ട്. പിന്നെ ഞാൻ ഒരിത്തിരി റൈസ് മാത്രം ഇട്ടു. അവന് 2 നേരം കഴിക്കാൻ വേണ്ടി മാത്രം. 2 നേരം എന്ന് പറയുമ്പോൾ കുറച്ച് ഉണ്ടാകും, ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കുറച്ച് പൊടിയായിട്ട് എരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓർന്നിട്ട് അന്ന് തലേ ദിവസത്തെ സ്റ്റ്യൂ ഇല്ലേ, പള്ളിയിൽ പോയില്ലേ ഞാൻ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ സ്റ്റ്യൂ കഴിച്ചത് ഇന്നായിരുന്നു. അത് അന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയപ്പം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പള്ളിയിൽ നമ്മൾ കൊടുത്ത വെള്ളയപ്പം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റ്യൂ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രെഡ് പപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ട് ഞാനവിടെ ഇരുന്നിട്ട് ആ സ്റ്റ്യൂ ബ്രെഡും കൂടി കഴിച്ച്. അപ്പം നൂഡിൽസ് ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചത് നിങ്ങൾ കണ്ടല്ല, പക്ഷെ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് റിച്ചാർഡിന് നല്ല ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ ആ നൂഡിൽസ് റിച്ചാർഡ് തന്നെ കഴിച്ചോന്ന് തൊട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ആ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ ഈ ബ്രെഡും സ്റ്റ്യൂവും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്തിരി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്ത് വെക്കണം. പിന്നെ മീൻ കറിയുടെ ബാക്കിയുണ്ട്. അപ്പോൾ കാലത്ത് ഇത്തിരി ചോറുണ്ടായിരുന്നതൊക്കെ ചൂടാക്കി മാറ്റി. പിന്നെ പോരാത്ത ചോറ് ഞാൻ വെച്ച്. ഏതായാലും എനിക്കും പപ്പക്കും ചോറ് തന്നെയല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ റിച്ചാർഡിന് ഇത്തിരി സ്പെഷ്യലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അധികം ചിക്കൻ ഫ്രിഡ്ജിലില്ല. അപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണ ചിക്കൻ അതിനകത്ത് നിന്ന് കുറച്ച് പീസ് മാത്രം ഇട്ട്, അതായത് എല്ലില്ലാത്തത് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കൊടുക്കാം എന്നും വിചാരിച്ച് ആ ഒരു ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസുമാണ് റിച്ചാർഡിന്. അപ്പോൾ ഞങ്ങൾക്ക് മീൻ കറിയും മീൻ വറുത്തതും ചോറും അങ്ങനെ ആക്കി. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാൻ ഓയിൽ ഒഴിച്ചതിനകത്തേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് അതിനൊരു സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേക്കും സവാള ഞാനങ്ങനെ ഇടാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇടാം, ഞാനങ്ങനെ ഇടാറില്ല. ഈ 3 ഇപ്പോൾ രാവിലെ നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്തതേ. നൂഡിൽസിനും ഫ്രൈഡ് റൈസിനും ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരേപോലെയുള്ള ചോപ്പ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരേപോലെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റിയതാണ് ഇപ്പം ഞാനങ്ങോട്ട് ഇട്ട് ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ വേഗം പണിയും കഴിയണേണ്. അപ്പം നമ്മൾ അതിനകത്തേക്ക് ഒരു ചിക്കൻ ക്യൂബ് കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മാഗിയുടെ ചിക്കൻ ക്യൂബില്ലേ, മറ്റേത് മസാലയാണ് നൂഡിൽസിലിട്ടത്, ഇതിനകത്ത് ചിക്കൻ ക്യൂബാണ് ഇട്ടത്. പിന്നെ റൈസ് ഇട്ടതിന് ശേഷം റൈസ് ഒന്ന് തണുക്കണം. അപ്പോൾ നേരത്തെ തന്നെ ഒന്ന് വേവിച്ച് വെച്ചേക്കണം. റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് ചില്ലി സോസും സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ചിട്ട് നല്ല രീതിയിൽ റൈസ് മറിച്ച് എടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. അതാണ് റിച്ചാർഡിന് ഇഷ്ടം. നല്ല ഡ്രൈ ആയിട്ട് അരി പോലെ ആക്കി എടുക്കണതാണ് റിച്ചാർഡിന് ഇഷ്ടം. അതും റെഡിയാക്കി. ഇനിയിപ്പോൾ ചിക്കനും ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ മീൻ കറി. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതൊക്കെ വെറുതെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടാറില്ല. കുരുമുളക് പൊടി, ഗരം മസാല, ഇത്തിരി കോൺഫ്ലോർ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച്
അതങ്ങൾ വറുത്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും റിച്ചാൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സൂപ്പ് കൂടിയിട്ട് ആക്കി വെച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ റിച്ചാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ സൂപ്പും ഒക്കെ ഒന്ന് ആക്കി, അത് ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ മാറിക്കിടന്ന് റിച്ചാർഡും എന്തൊക്കെയോ മുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാനവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സിനിമയുടെ സമയമൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ റിച്ചാർഡ് വന്നിട്ട് ഉടുപ്പ് മാറി വന്ന് ഞാൻ ഉടുപ്പ് മാറി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച് എന്നെ വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണ് മമ്മി, ഞാൻ സിനിമ ബുക്ക് ചെയ്തത് മറന്നുപോയാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചാടി പിടിച്ച് എഴുന്നേറ്റ് അലക്കി മടക്കി വെച്ചാൽ ആ ഡ്രസ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഉടുത്തത് അതും അലക്കി ഇവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൈ കിട്ടിയത്. അത് തന്നെ എടുത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ തിരഞ്ഞു പിടിക്കാനൊന്നും നിന്നില്ല, വേഗം തന്നെ സിനിമക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷറി സീറ്റ് ബുക്ക് ചെയ്യണത് കൊണ്ട് നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ മുകളിലേക്ക് പോയിട്ട് സുഖമായിട്ടിരിക്കുക, ആരും ഉണ്ടാവില്ല. ആകെപ്പാടെ 7 സീറ്റാണ് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെയും 2 സീറ്റ് ഒഴിഞ്ഞ് കിടക്കണമായിരുന്നു. 3 സീറ്റ് ഒഴിഞ്ഞ് കിടക്കണം. 4 സീറ്റിൽ മാത്രമേ ആളുണ്ടാകുന്നുള്ളൂ. അങ്ങനെ മുകളിലേക്ക്, അപ്പോൾ താഴെയാണ് ക്യൂ ആയിട്ട് നമ്മൾ മെയിനായിട്ടുള്ള തിയേറ്ററിലേക്ക് പോകുന്നത് കേട്ടോ. ഇത് മുകളിൽ ഈ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒരു 11 സീറ്റിൻ്റെ ലക്ഷറി സീറ്റും പിന്നെ ഒരു 7 സീറ്റ്. നമ്മൾ 7 സീറ്റിൻ്റെയിലാണ് കയറുന്നത്. അപ്പോൾ എനിക്ക് അവിടുത്തെ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2 കട്ട്ലറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. എനിക്ക് വിശക്കണമെന്നില്ല, എങ്കിലും ഞാൻ മേടിച്ച് അവിടെ ചെല്ലുമ്പോഴല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൻ പോപ്കോണും കുടിക്കാനായിട്ടൊക്കെ എന്തൊക്കെയോ മേടിച്ച്. ഞാനപ്പോൾ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. എൻ്റെ ബാഗിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമാണ് കുടിച്ചത്. അപ്പോൾ ഈ കട്ട്ലറ്റ് എനിക്ക് അവിടെ ഇരുന്ന് തിന്നാനൊന്നും പറ്റിയില്ല. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരെണ്ണം അവിടെ ഇരുന്ന് കഴിച്ച് ഒരെണ്ണം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പപ്പക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ സിനിമ, അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര വലിയ സിനിമയായിരുന്നു. 2.25 മണിക്കൂറോളമാണ് ഈ സിനിമ. ഒരു ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെയും നമ്മൾ വിചാരിക്കും സിനിമ തീർന്നെന്ന്. കാരണം ഒരു സിനിമയുടെ നീളമുണ്ട് ഇൻ്റർവെൽ വരെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സിനിമയും കൂടി, 2 സിനിമ കണ്ട പ്രതീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. സിനിമ അടിപൊളിയാണ്. പക്ഷേ ഇത് ഇത്രയും നേരെ ഇരുന്ന് കാണുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും ഒരാളും കാണാൻ പോകുന്നത്. ചില സിനിമകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയി കാണുകയും ടി വിയിൽ വരുമ്പോൾ കാണുകയും ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇരുന്നിരുന്ന് നാശമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പപ്പ ഞങ്ങളെ കാണാതെ പപ്പയും ടെൻഷനായി. ഇതെന്താ സിനിമക്ക് പോയവർ 2 സിനിമയുടെ നേരിട്ടും വരണില്ലല്ലോ എന്നുള്ള ചിന്തയും പപ്പക്ക്. അപ്പം എന്നിട്ട് പപ്പ ഞങ്ങളെ വിളിക്കുകയും ചെയ്ത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ സിനിമ വലിയ സിനിമയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ സിനിമയുടെ പേര് ഐ നോബഡി എന്നാണ്. അപ്പോൾ ഏതായാലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നൊന്നുമില്ല. പപ്പയാണെങ്കിലും അക്ഷമനായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഒത്തിരി നേരം ഭയങ്കര മഴയുമായിരുന്നു. മഴ തിരിച്ചു പോരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര മഴ. ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ അത്രയല്ലേ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 12 മിനിറ്റത്തെ വീഡിയോ ഞാൻ അന്നത്തെ ദിവസം ഇപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ദിവസത്തെ വീഡിയോ ചേർത്തിട്ടിടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടില്ലേ, പാചകം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ എപ്പോഴും പറഞ്ഞതാണ്, ജനലുകളൊക്കെ അതിൻ്റെ അരികിലുള്ള വെൻറ്റിലേറ്ററുകൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന്മേലുള്ള കാര്യങ്ങൾ കാറ്റുകൊണ്ടൊക്കെ പറന്ന് ഫുഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നങ്ങോട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നിന്ന് പാചകം ചെയ്യാം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അതൊക്കെ പണ്ടേ നമ്മളുടെ വീഡിയോയിൽ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ചില കാര്യങ്ങളുടെ കൂട്ടത്തിൽ, ടിപ്സിൻ്റെ കൂട്ടത്തിൽ ഒക്കെ കാണിക്കുന്നതായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനങ്ങനെ ചെയ്തപ്പോൾ അന്നേ പിന്നെ വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ച് ഞാൻ കാണിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാപ്പി ഇടുക, അതിപ്പോൾ ഫ്ലാസ്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല, ആവശ്യക്കാർക്ക് ചൂടായിട്ട് കഴിക്കാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കാപ്പി സ്ഥിരമായിട്ട് അത് സാറ്റിന് വന്നതിന് ശേഷം ഉണ്ടാകും കാപ്പി ഞാനങ്ങനെ ഫ്ലാസ്കിലേക്ക് ഇടുന്നത്. എല്ലാവർക്കും കുടിക്കുമ്പോൾ ഓരോരുത്തർക്ക് ചൂടാക്കി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്യണേന്. അപ്പോൾ ഏതായാലും കടലക്കറി ഒന്ന് പെട്ടെന്ന് മസാല ഒന്ന് കുതിർത്തൊന്നും വെച്ചില്ല, പൊടികൾ നേരിട്ടിട്ടിട്ട് വേഗം അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ സാറ്റിന് എത്തിയിട്ടുണ്ട്. സാറ്റിനൊക്കെ വർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സാറ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും
ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇനി വർക്കിന് കയറാം. അപ്പോൾ വീട് തൊട്ടടുത്താണെന്നുണ്ടെങ്കിലുള്ളൊരു ഗുണം ഇതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. ഞങ്ങൾ റിച്ചാൻ്റെ കല്യാണക്കാര്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ദൂരെ നിന്നുള്ള കല്യാണ കാര്യങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അത് നമുക്ക് എത്ര നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ദൂരം കൂടുതലായതുകൊണ്ട് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് പോവുകയും വരെയൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ പോയിട്ട് വരാം, അതാണൊരു പ്രത്യേകത. അപ്പോൾ ഇന്ന് ഞാൻ ഈ കടല നോക്കി ഇങ്ങനെ കടല ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ കടല എവിടെയാണ് ഇരിക്കണമെന്ന് നോക്കി തപ്പി എടുത്ത് കഴിയുമ്പോഴത്തേക്കും വേറൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത് ഞാൻ മറന്ന് വെച്ചേക്കണമായിരുന്നു. അന്ന് ചേച്ചിയുടെ വീട്ടിൽ സാറ്റിനെയും റിച്ചാർഡും കൂടി പോയിട്ട് വന്നപ്പോഴത്തേക്ക് കപ്പ കൊടുത്തു വിട്ടായിരുന്നില്ലേ, അത് കുറച്ച് കപ്പ കടുക് പൊട്ടിച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെച്ച കപ്പയുടെ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് രണ്ടാമത് തേങ്ങയ്ക്ക് ഇട്ട് കപ്പ പുഴുങ്ങിയല്ല, അപ്പം എടുത്ത് വെച്ച കപ്പയായിരുന്നു അത്. ഇപ്പം കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണം ഇങ്ങനെ ഒരു സാധനം ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. അപ്പോൾ അത് ഏതായാലും ഇത്തിരി കടുക് പൊട്ടിച്ച് ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. ഞാൻ സവാള വേദന കുക്കറിനകത്തോട്ടിട്ട്. അപ്പോൾ കുക്കറിൽ വെക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ സെറ്റ് കപ്പ കുറച്ച് വേവ് കുറവുള്ള വേവ് കൂടുതലുള്ള കപ്പയായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാമെന്ന് വെച്ചാണ് കുക്കറിൽ ഞാനവിടെ സവാള വഴറ്റാനിട്ട്. അപ്പോൾ അത് വഴറ്റണ നേരം കൊണ്ട് നമുക്ക് തുണികൾ ഫ്രിഡ്ജിൽ നിന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് അത് മാറ്റാമല്ല. അപ്പം നമ്മളുടെ ഒരു സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ചെയ്യുക, അല്ലാതെ അവിടെ തന്നെ നോക്കി നിൽക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ തുണിയെടുത്ത് മാറ്റിയതുകൊണ്ട് അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിക്കണം, അങ്ങനത്തെ പണിയുണ്ട്. അപ്പോൾ അതേ കപ്പയും അതിനകത്തേക്ക് ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് കപ്പയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം പിന്നെ അത് നമ്മുടെ വെയിറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഒരുവിധം വേവുണ്ട്, അതുകൊണ്ടാണ് കുക്കറിൽ തന്നെ ഇട്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ തന്നെ തുറന്ന് ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുണുങ്ങി ഇനിയിപ്പോൾ സ്പീഡ് കൂടും. കിടക്കണേർന്നേ കൊച്ച് കിടക്കണേർന്ന് ഇത്തിരി നേരം. ആ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നു. ഇനിയിപ്പോൾ ചേച്ചിയുടെ ആയിത്തോട്ട് വന്നില്ല, അപ്പം കൊച്ചിന് സന്തോഷമായി. എന്താണല്ലേ അതിൻ്റെ ഒരു സ്നേഹം. ഇതിലേക്ക് മെലിക്കണേന് ചേച്ചി തടകി കൊടുക്കുമ്പോൾ നമ്മ തടകണേലും വില കൂടുതലാണ് ചേച്ചി തടകുമ്പോൾ. നമ്മ സ്ഥിരം ഇങ്ങനെ ഉമ്മൊക്കെ തടയുന്നതിനോട് അത്ര വലിയൊരു വില ഇല്ലല്ലോ അതിൽ. അച്ചടി ചേച്ചിന്തിപ്പേ ചേച്ചിയും കൊച്ചുവാണത്. ഫ്രൈഡ് റൈസ് വേണോ? അങ്ങനെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളുമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് തുണി വിരിക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കിലങ്ങനെ തുണി ഇടാറില്ല, കാരണം ഇപ്പം മഴക്കാലത്ത് ബാക്കിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഉണങ്ങി കിട്ടില്ല. ഇപ്പം ഫ്രണ്ടിൽ തന്നെ ഈ ഒരു ഡ്രയർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തുണി നമുക്ക് ആ ഒരു ഇതിൻ്റെ ഡ്രസ് വർക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിൽ അങ്ങനെ സുഖമായിട്ട് കിടന്നുണങ്ങും, മഴയും കൊള്ളൂല, നല്ലതായിട്ട് തന്നെ വെയിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇവിടെ തന്നെയാണ് വിരിക്കണത്. ഇനി മഴക്കാലം ഏകദേശം കഴിഞ്ഞ് ഇനി കൂടുതൽ തുണികളൊക്കെ ഇടാൻ സ്ഥലം പോരാതെ വന്നാലും ഇപ്പോൾ പുറകിൽ വിരിക്കണുള്ളൂ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചേ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക. സാൻഡിനൊക്കെ ചപ്പാത്തി ഇഷ്ടമാണ്. അപ്പോൾ ചോറ് ബാക്കി കുറച്ചുണ്ട്, അതുകൊണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല. ഫ്രൈഡ് റൈസ് ഒരാൾക്ക് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ട്, അത് റിച്ചാർഡെ കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ റിച്ചാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഫ്രൈഡ് റൈസിന് ചിക്കൻ ഫ്രൈ ഒന്നുമില്ല, അതൊക്കെ തീർന്നു പോയി. അപ്പോൾ നിനക്ക് അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ചിക്കൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും.
അപ്പോൾ അവൻ പറഞ്ഞു ആ മമ്മി ഞാനൊന്ന് നോക്കട്ടെ കുംബാവ കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ കുംബാവയൊക്കെ വന്നത് അത് അവർ അവിടെ ചെന്ന് കഴിക്കണ അങ്ങനെ എന്തൊക്കെയാണ്, ഇങ്ങോട്ട് ടേക്ക് അവേ ഒന്നും ഇല്ല, അങ്ങനത്തെ എന്തോ സംഭവമൊക്കെ ആയിപ്പോയി എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുംബാവയുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് അതും അവൻ 2 എണ്ണമാണ് മേടിക്കണത്, 2 ടൈപ്പ് മേടിക്കും. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാൽ സാധനക്ക് ചപ്പാത്തിയുടെ കൂടെ അത് കഴിക്കുമ്പോൾ നല്ലതല്ലേ. സാധനക്ക് ചോറ് അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ കഴിച്ചോളും, ചോറ് കൊടുത്താൽ കഴിച്ചോളും, എങ്കിലും വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ചപ്പാത്തിയും കൂടി ആ കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ചോറൊന്നും വേറെ വെക്കണ്ടല്ല, കറിയും വേറെ വെക്കണ്ട, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പപ്പനെ വിട്ടിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ, അപ്പോൾ ബേക്കിംഗ് സോഡ, പിന്നെ കശുവണ്ടി, ബ്രോക്കൺ കാഷ്യൂനട്ടാണ് കേട്ടോ മേടിച്ചത്, ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കോൺഫ്ലോർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മറന്നു പോകും. തീർന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേ അതൊക്കെ മേടിക്കുള്ളൂ, മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബ്രക്കോളിക്ക് നല്ല വിലയുണ്ട് കേട്ടോ, എങ്കിൽ തന്നെയും അത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ച് 360 രൂപ എന്തോ ആണ്. ആ ഒരു ബ്രക്കോളിക്ക് തന്നെ 190 രൂപ ഏതാണ്ടോ ആയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, കാരണം ഇനിയിപ്പോൾ ഇവർക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ അത്യാവശ്യമാണ് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും. നൂഡിൽസ് കുറേ അധികം മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ നൂഡിൽസിലിടാനും ഒക്കെ ഇത് വേണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഏത്തപ്പഴം, അങ്ങനെ മുട്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ചപ്പാത്തി ഞാൻ ആ ഒരു ക്ലിംഗ് റാപ്പിൽ ആക്കി വെച്ച് കഴിഞ്ഞാലില്ലേ അത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ പാത്രത്തിൽ വെച്ച് അടക്കണതിനേലും സോഫ്റ്റായിട്ടിരിക്കും ക്ലിംഗ് റാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് ചുറ്റിയിട്ട് നേരെ അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പ് കയറുമെന്ന് പേടിച്ചിട്ട് മിക്കതും ഇപ്പോൾ ഡൈനിങ് ടേബിളിലേക്കാണ് കൊണ്ടുപോയി വെക്കണം, അവിടെ ഉറുമ്പ് വരില്ല. അപ്പോൾ ഞാൻ കോൺഫ്ലോർ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് തുടക്കലും അടിക്കലും ഒക്കെ ചെയ്യാൻ തുടങ്ങി, കാരണം എനിക്ക് വേറെ പാചകമൊന്നുമില്ല. അപ്പോൾ വേഗം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പപ്പ നടന്ന് നിർത്താൻ കിടക്കണേണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നതല്ലേ ഉള്ള ആള്. ഇടയ്ക്ക് കുട്ടിപ്പയ്യായിട്ട് പെണ്ണടാ ഇത് ഇട്ടിട്ട്. ഇന്ന് പുതിയ ഉടുപ്പല്ലേ? വാടാ ഇനി കണ്ണിറയൊന്ന് കാണണേണ് ഇരുന്നിട്ട്. ഇനി കണ്ണിറയൊന്ന് കാണട്ടെ, കൺകുളിർക്കെ കാണണേ. വാല് വാട്ടിയാട്ടി എന്ത് സ്നേഹമാണ് കാണിക്കണത്, വാല് വാട്ടിയാട്ടിയാണോ നോക്കണത്. ചുറ്റും കറങ്ങണേണ്. ആശ്വാസായി. ഇപ്പൊ ആശ്വസിച്ചിരിക്കണോ എന്താണല്ലേ. വെല്ലുമിച്ച് പിന്നെ പാവക്ക് സ്പെഷ്യൽ ഒന്നും കൂടി മേടിച്ചിട്ടുണ്ട്. ഓ അതെടുത്ത് പതുക്കെ വെക്കണം, ഏതായാലും മുട്ട പോലെ പൊട്ടാതെ വെക്കണ പോലെ. ചപ്പാത്തിയില്ലേ നിവർത്തി വെച്ച് എന്നിട്ട് അതുപോലെ തന്നെ ചുരുട്ടി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ചുരുട്ടണമെങ്കിൽ ചുരുട്ട. കോരണ്ടേ? ഓ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാന് ബുദ്ധിപൂർവ്വം സ്പൂൺ എടുത്ത് വെച്ചെന്നേ ഉള്ളു. ഓ ചോക്ലേറ്റ് മൂസാ, എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ഓരോരുത്തേ വേണ്ടാതെ ഞാൻ എനിക്ക് മധുരം തരല്ലേ റിച്ചാടേ. അത് അവസാനം ആ ഗ്രേവി കൊള്ളൂലടാ, വെറുതെ മുളക് വെള്ളം പോലെ കിടക്കുകയും ചെയ്യും. ആ ശരിക്കും പറഞ്ഞാല് ചിക്കൻ തന്നെയല്ലേ? വാവയാണല്ലേ. ഞാനിവിടെ ചോദിച്ചു, പിന്നെ ഒരു ഐഡിയ ഇല്ല.
അതെന്താന്ന് വെച്ചാൽ ഇവന് എല്ലില്ലാത്ത പീസ് കിട്ടണമെങ്കിൽ ഈ സാധനം മേടിക്കണം സാറിന്, അതാണ് കാര്യം. വേറെ എന്തിലും ഇവൻ കളയും അത് മൊത്തത്തിൽ. ഞാൻ ഇട്ടുതരാം. മൂസന തിന്നെ, മൂസന മൂസ് എന്നാണ് പറയണത്. ആ എന്താ വേണ്ടേ? ആ ഏതാണ്? കേക്കല്ലേ? പൊളിച്ചിട്ടൊക്കെ ആണോ അല്ലെങ്കിൽ പീസാണോ? കേക്കേ ഞാൻ പറഞ്ഞതേ ഇപ്പം കേക്ക് ഇങ്ങനെ പൊടിച്ച് മിക്സ് ചെയ്തേക്കണമെന്ന് ചോദിച്ചാണ്. അല്ല പൊന്നമ്മേ, പൊന്നമ്മേ, എന്താണപ്പാ? എന്താണപ്പാ? എന്താണ് പൊന്നിന് വേണ്ടത്? മുത്തിനെന്ത് വേണം? മുത്തിനെന്ത് വേണം? പൊന്നിനെന്ത് വേണം? രണ്ടെണ്ണം. അങ്ങനെ ഇന്ന് ഏതായാലും പാചകങ്ങൾ കുറവല്ലേ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തില്ലെങ്കിൽ ഒരു വിഷമമാണ്. അപ്പോൾ ഇന്ന് പാചകം കുറവായ ദിവസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഞാനൊന്ന് കണ്ടുപിടിക്കാമെന്ന് പിന്നെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയേക്കാം വൈകുന്നേരം. എനിക്ക് അങ്ങനെയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കുറച്ച് കുറവായാൽ എനിക്കൊരു വിഷമമാണ്. പക്ഷേ ഇന്നൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനത്തെ ഒരു വട്ട് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഉച്ചക്കൊക്കെ ഒരുപാട് പാചകമൊക്കെ ചെയ്യണമെങ്കിൽ വൈകുന്നേരമൊക്കെ ഞാൻ സ്നാക്സ് എന്തെങ്കിലും ഉള്ളതൊക്കെ വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വൈകുന്നേരത്തെ പാചകത്തിനൊന്നും നിൽക്കില്ല. അപ്പോൾ അന്നത്തെ ദിവസത്തെ കോട്ട കഴിഞ്ഞെന്നുള്ളത് എനിക്കറിയാം പാചകത്തിൻ്റെ. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അന്നേ പിന്നെ ഒന്നുകൂടി തീർക്കാൻ ശ്രമിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഈ പഴംപൊരി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പഴംപൊരി ഞാൻ പപ്പക്കും സാറ്റിനൊക്കെ വേണ്ടി മാത്രം വളരെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. എങ്കിലും പാൽച്ചായ ഇടുമ്പോഴത്തേക്കും പാൽച്ചായയുടെ കൂടെ പഴംപൊരി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ചായക്കടയിലൊക്കെ പോയി കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും അങ്ങനെ ഒരു തോന്നൽ വരും മനസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽച്ചായ ഇട്ടതുകൊണ്ട് ഞാൻ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനുണ്ട് പഴംപൊരി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പപ്പക്കും പഴംപൊരിയും ചായയൊക്കെ ഞാനെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഈ വെച്ചേക്കണത്. കാരണം സാറ്റിനൊക്കെ താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ റിച്ചാർഡിന് എക്സാം ഉണ്ട്, ഒരു എക്സാം ബാക്കിയുള്ളതുകൊണ്ട് റിച്ചാർഡ് ആ എക്സാമിന് വേണ്ടിയിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ പോയി ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇനി ഓറലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് പിന്നെ പഠിക്കാനിരിക്കണം. അപ്പോൾ അത് പോയി വന്നു കഴിഞ്ഞിട്ടേ ഉള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 10 എക്സാം ഉള്ളതിൽ ഒരു എക്സാം റിച്ചാർഡിന് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. റിച്ചാർഡ് വയ്യാതെ ആയിപ്പോയി കഴിഞ്ഞ കൊല്ലം നാട്ടിലുള്ള സമയത്തെ. അപ്പോൾ 9 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം എഴുതാനുണ്ട്. അപ്പോൾ ചേച്ചിനെയും കാത്ത് റൂബി നിൽക്കണമായിരുന്നു. അപ്പോൾ ഇവരുടെ ചായ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റിച്ചാർഡ് ഏതായാലും കഴിക്കില്ല. റിച്ചാർഡ് വേറെ എന്തെങ്കിലും ലേസ് ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതെന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ അത് ചൂടാക്കിയിട്ട് വേഗം അതുമൊക്കെ കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ ഇന്നിപ്പോൾ ഡിന്നർ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്യാനുള്ളതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡിന്നർ പ്രെയർ ഇതെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരമായി. അപ്പോൾ ഇന്ന് എനിക്ക് കൂടുതൽ ജോലികളില്ലായിരുന്നു എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാത്രങ്ങൾ കുറേ സാറ്റിനൊക്കെ ഇങ്ങനെ വലിയ പാത്രങ്ങളൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കില്ല. അതൊക്കെ ഞാനവിടെ മാറ്റി വെച്ചിട്ട് സാറ്റിനെ കഴുകാൻ നിൽക്കുമ്പോൾ ചെറിയ പാത്രങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി സാറ്റിനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വലിയ പാത്രങ്ങൾ ഇങ്ങനെ ബാക്കി വന്ന കറി കോരി മാറ്റലും ചോറിൻ്റെ കല്ലം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് എന്നിട്ടും എനിക്ക് കുറേയധികം ടൈമുണ്ട്, എനർജി ഉണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ എടുത്ത് അന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എൻ്റെ പണി വളരെ എളുപ്പവും. കാരണം രാവിലെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ പണികളാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ബ്രൊക്കോളിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ബ്രൊക്കോളിയും
കോളിഫ്ലവറും ബീൻസും ക്യാരറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ പാചകം ചെയ്ത് തീർക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അതായത് അടുത്ത ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മുടെ റൂബിക്ക് മറ്റേ സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട് റിച്ചാർഡ്. അപ്പോൾ അതിന് നമ്മളൊരു 2 മണി 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ നേരത്തെ തന്നെ പാചകം കഴിഞ്ഞ് ഭക്ഷണം ഉച്ചക്കത്തെ കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും സന്ധ്യയാകും, കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ കഴിച്ച് എന്നാലേ നമുക്ക് ലഞ്ച് കുറച്ച് നേരത്തെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം തലേദിവസം തന്നെ റെഡിയാക്കി വെക്കണത്. അപ്പം നമ്മുടെ സാറ്റന കൊച്ചിൻ്റെ വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അത് ചെയ്തുകൊണ്ടിരിക്കണേണ്. ലാപ്ടോപ്പ് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡും അവിടെ പപ്പയൊക്കെ ഇരുന്ന് അങ്ങനെ അവരുടെ ഓരോ കാര്യങ്ങൾ, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്നും കൂടി ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കണേ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് വെള്ളത്തിലിട്ട് കഴുകി പിന്നെയും നല്ല വെള്ളത്തിലൊക്കെ 2-3 ആവർത്തി കഴുകിയതിന് ശേഷമാണ് ഈ കട്ട് ചെയ്ത് വെക്കണത്. ഇനി ഇത് കോളിഫ്ലവറും ബ്രൊക്കോളിയും ഒന്നും ഞാൻ വെള്ളം തൊട്ടിട്ടേ ഇല്ല, അത് അടർത്തിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി ചെയ്തത്. കാരണം അതൊക്കെ കഴിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ചീഞ്ഞ് പോകാൻ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ളതാണ്. അതൊന്നും വെള്ളത്തിൽ തൊട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ പിറ്റേ ദിവസം ആവശ്യത്തിന് ആ സമയത്ത് എടുത്തിട്ട് കഴുകി എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം വേഗം ഫ്രിഡ്ജിലോട്ട് മാറ്റി പിന്നെ ഇത് വേവിക്കാനുള്ള പാത്രങ്ങളൊക്കെ പുറത്തുനിന്ന് കഴുകിയെടുത്ത് അതും കൊണ്ടുവന്ന് അകത്ത് വെച്ചിട്ടുണ്ട്. അതിന് രാവിലെ ഇപ്പോൾ നമുക്ക് കഴുകിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തീ അങ്ങോട്ട് ഓൺ ചെയ്താൽ മാത്രം മതി, ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള സവാളയും കൂടിയൊക്കെ റെഡിയാക്കി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫൈൻഡപ്പ് ചെയ്ത് നാളെ വീണ്ടും കാണാം.